ഈ മൂന്നെണ്ണം മണ്ടന്മാരാണെന്ന് വിചാരിച്ച് കണ്ടു കഴിഞ്ഞാൽ ഈ പടം സൂപ്പറാണ്. ഈ പടത്തിൻ്റെ പ്രത്യേകത, ഈ സിനിമയിലുള്ള കുറേ പേരൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അടുത്ത സെക്കൻഡിനെ മാറ്റി പറയുകയോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. അതൊക്കെ മീഡിയ ഒന്ന് മറന്നിരിക്കുകയായിരുന്നു എന്നെനിക്ക് തോന്നുന്നില്ല സർ. ഈ അടുത്ത കാലത്തായി സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നു. ഞാനും കേട്ടിരുന്നു. അതൊക്കെ മീഡിയ ഒന്ന് മറന്നിരിക്കുകയായിരുന്നു. നമ്മൾ രണ്ടുപേരും അല്ലാതെ വേറൊരാൾ അറിയരുത്. ഇതെപ്പോഴായിരുന്നു? 1 മണിക്കൂർ മുമ്പ്. ഇപ്പോഴും എന്റെ വിറയിൽ മാറിയിട്ടില്ല തോന്നുന്നു. പോലീസാണെന്നൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല സാറേ. പോലീസാണ്. നമ്മൾ രണ്ടുപേരും മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ? കൂട്ടത്തിലെ കൊമ്പ് എവിടെ? കൊമ്പ് എവിടെ? എന്നെ കൊന്നാലും നിനക്കൊന്നും കിട്ടില്ലടാ. എന്നെ കൊല്ലണേ ജോർജ്. ഞാൻ എല്ലാം പറയാം. അപ്പം നമുക്ക് കേരള പോലീസിന്റെ ആനുവൽ ഹ്യൂമിലേഷൻ പ്രോഗ്രാം ആയിട്ടുള്ള ദൃശ്യത്തിന്റെ പുതിയ കഥ എങ്ങനെയാണെന്ന് നോക്കാം. ആൾക്കാരൊക്കെ മറന്നിരുന്ന വിഷയം ജോർജ് കുട്ടി സിനിമയിലൂടെ കാണിച്ച് വീണ്ടും ഓർപ്പിച്ചു കൊടുക്കുകയുണ്ടായി. ഇത്ര നല്ല പടം ഈ അടുത്ത കാലത്തൊന്നും കണ്ടില്ല. അടിപൊളി സിനിമ, ഒന്നും പറയാനില്ല. മാരകം. എന്റെ സിനിമയെ പുകർത്താൻ എനിക്ക് ഒരു തെണ്ടികളെ ആവശ്യമില്ല, ഞാൻ തന്നെ ചെയ്തോളാം. കാസ്റ്റ് ആൻഡ് ക്രൂ വരെ സെയിം. ഒരാൾ ജയിലിൽ പോണ സമയത്ത് എന്തിനാണ് ചേച്ചി ഇങ്ങനെ ഇരുന്ന് ചിരിക്കുന്നേ? ഈ കുരിപ്പൊരു ബക്കറ്റുമായിട്ട് ഇവരെ പുറകെ കൂടിയിട്ടുണ്ട്. ആൾക്കാരെ ചൊറിഞ്ഞ് അവരെ വായിരിക്കുന്ന കേൾക്കുമ്പോൾ ഒരു സുഖം കിട്ടുന്ന ഒരു ക്യാരക്ടറാണ്. അതിനെക്കുറിച്ച് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയായിരുന്നു സർ. ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ ഒരു സമയമൊക്കെ ഇല്ലേ മുള്ളേ? പോലീസിന്റെ രീതികൾ മുൻകൂട്ടി കണ്ട് കളിക്കുന്ന ഒരാളാണല്ലോ അയാൾ. അപ്പോ പോലീസുകാരും അയാളുടെ ഒരു ഫാനാണ്. സി ഇനിയില്ല, കാരണം 2 ഇന്റർവ്യൂ ഒക്കെ തന്നടുത്ത് ഒരു സൗഹൃദ സേവനം കാണിച്ചപ്പോൾ നിങ്ങൾ അപ്പം തലയിൽ അപ്പൊ രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാല് അല്ലെ? പോലീസിന് ഉഴപ്പാൻ ഒരു കാരണം കിട്ടിയല്ലോ. കേരള പോലീസൊക്കെ മണ്ടന്മാരാ. ഞാൻ കാശ് വാങ്ങി എന്നെ ജയിലിട്ടുണ്ടാവൂലേ, കളിക്കാൻ നിൽക്കണോ? അതേസമയം ഗീതാ പ്രഭാകർ ഷെട്ടിലായി. രാജുവേട്ടൻ രാജമൗലിയുടെ സെറ്റിൽ നിന്ന് അടിച്ചോണ്ടെന്ന കസേരയാണെന്ന് തോന്നുന്നു. അങ്ങനെ ജോർജ് കുട്ടി അഞ്ജുവിനെ കെട്ടിക്കാൻ വേണ്ടി നടക്കുകയാണ്. ഇയാളാണ് മെയിൻ ബ്രോക്കർ. എങ്ങനെയെങ്കിലും ഒരു കല്യാണം സെറ്റ് ആകുമ്പോഴേക്കും ആരെങ്കിലും പോയി അത് മുടക്കും. കൗൺസിലിംഗ് ചെയ്ത അച്ഛൻ പറഞ്ഞു ഞങ്ങൾക്കൊരു കുടുംബത്തിന്റെ ശാപം ഉണ്ടെന്ന്. അടുത്ത അപ്പോയിന്റ്മെന്റ് കുഴുവട്ടുകാരൻ പത്രയുടെ മോള്. അവളുടെ പിറകെയും ബക്കറ്റ് തൂങ്ങി. അങ്ങനെ ബ്രോക്കർ കല്യാണം മുടക്കുന്നവൻ്റെ നമ്പർ തൂക്കി. ഇനി ഞാൻ ഒരു രഹസ്യം പറയാവേ. ഈ ബ്രോക്കറെ നമ്മുടെ പ്രഭാകരൻ്റെ ഏജൻറ്റാണ്. പ്രഭാകരൻ്റെ പൈസ വാങ്ങിച്ചിട്ടാണ് ഇയാൾ ബ്രോക്കർ പണി ചെയ്യണത്. എന്നിട്ട് ആ കല്യാണം മുടക്കണ നമ്പറും അവിടെ നിന്ന് കണ്ടുപിടിച്ചുകൊണ്ട് വന്ന് ഡബിൾ ഏജൻറ്റാണ്. അവിടെയും പണിയും ഇവിടെയും പണിയും. നമ്പർ അന്വേഷിച്ച് ചെന്നപ്പോൾ ഉണ്ട് അത് രാജൻ. അയാളുടെ പ്രതികാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളെ ജോലി പോയെന്ന് ഇവനെ സഹായിച്ചെന്ന് പറഞ്ഞുകൊണ്ട്. ആക്ച്വലി അവൻ്റെ ജോലിയിലെ കാര്യങ്ങളൊക്കെ ആ കഥയിലാണ് ഉള്ളത്, വിനയചന്ദ്ര പറഞ്ഞ കഥയിൽ. അല്ലാതെ യഥാർത്ഥത്തിൽ കോടതിയിലോ പോലീസ് സ്റ്റേഷനിലോ അങ്ങനെ ഒരു രേഖയില്ല. പിന്നെ എന്തിൻ്റെ പേരിലാണ് അവൻ്റെ ജോലി പോയത്? ഇവൻ്റെ കലിപ്പിന് കാരണം ജോർജ് കുട്ടി വീട്ടിൽ ഒന്നും സഹായിച്ചില്ലെന്ന്. ഇവ അങ്ങോട്ട് പോയി ചോദിച്ചപ്പോഴാണ് സഹായിച്ചതെന്ന്. വളരെ മികച്ച ഒരു തേപ്പ്. പക്ഷേ ഇയാളെ പ്രതികാരം ചെയ്യണമെന്ന് പറഞ്ഞാൽ മോളെ കല്യാണം മുടക്കിയാണ് പ്രതികാരം ചെയ്യണത്. തനിക്ക് മാത്രമല്ലോ കുടുംബം, തനിക്ക് മാത്രമല്ലോ വലിച്ചല്ലോ മന്നെ. അവൻ്റെ വലം കൈയായിട്ട് നടക്കുന്നതാണ് രാജൻ. വേറെ എന്തൊക്കെ അവന് ചെയ്യായിരുന്നു. ഭയങ്കര ചതിയായിപ്പോയി. കൂടെ നിന്ന് ചതിക്കുമ്പോഴേ വേദന മനസ്സിലാക്കി തരാനാ. കള്ള നമ്പറിലാണ് ഇവർ വിളിച്ച് കല്യാണം മുടക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ജോർജ് കുട്ടി ഇവനാണ് ചെയ്യണമെന്ന് അറിയാൻ വലിയ സാധ്യതയൊന്നുമില്ല. ജോർജ് കുട്ടി അറിഞ്ഞാലല്ലേ ജോർജ് കുട്ടി അറിഞ്ഞുകൊണ്ട് ചതിക്കണതിൻ്റെ സുഖം അറിയിക്കാൻ പറ്റുള്ളൂ. എന്തൊക്കെ എന്തോ എന്റെ അഭിനയം. അങ്ങനെ രാത്രി ജോർജ് കുട്ടി മൂത്രം വയ്ക്കാൻ പോയപ്പോഴേക്കും ആരോ കുഴി എടുത്തിട്ടിരിക്കുന്നതായിട്ട് കണ്ടു. അത് വേറെ ആരുമല്ല, ചോരക്കണ്ണൻ്റെ മോളാണ് ബക്കറ്റ്. ബക്കറ്റ് അടുത്ത് പോയത് അഞ്ജുനെ നോക്കുന്ന സൈക്കോളജിസ്റ്റിൻ്റെ അടുത്താണ്. എനിക്കൊരു പ്രശ്നമുണ്ട്. ആ വരുൺ കേസിലെ പെൺകുട്ടിക്കും ഇതായിരുന്നു പ്രശ്നമെന്നും അതാണ് ആ പയ്യന്റെ മരണത്തിന് കാരണമായതെന്നും കണ്ടു. ഇങ്ങനെ പോയി കണ്ടിട്ട് അവർക്ക് എന്താണ് കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതും സൈക്കോളജിസ്റ്റിൻ്റെ അടുത്താണ് കള്ളത്തരം പറയുന്നത്. അന്നേ സൈക്കോളജിസ്റ്റിനെ പരിചയപ്പെട്ടത് ഒരു കള്ളം പറഞ്ഞിട്ടായിരുന്നു. ആക്ച്വലി എൻ്റെ ഒരു ഫ്രണ്ടിന് ഒരു ഹെൽപ്പ് വേണമായിരുന്നു. കൂട്ടുകാരിയെ കാണിക്കണമെന്ന് പറഞ്ഞിട്ട് അവൾ തന്നെ വന്നിരുന്ന് കണ്ട്. അപ്പോഴേ ഡൗട്ട് അടിക്കൂലേ? ചോരക്കണ്ണനും ബക്കറ്റും കൂടി ഒരു സൈഡിൽ കൂടി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഏജന്റ് എക്സ് നെയ്യാറ്റിങ്ങിന്റെ ഗോവയും പുതിയൊരു കല്യാണം ആലോചനയെത്തി. പേര് അവിര. എന്താ പേര്? പി ധർമ്മേന്ദ്ര. നല്ല പേര്. പ്രഭാകർ ഏർപ്പെടുത്തിയതാണ് ഈ നാടവരെ. നാടവരയുടെ ഒരു ചെവിക്ക് കേൾവിക്കുറവുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കണ്ണാടി വെക്കുന്നതും ഒരു കുറവല്ലേ? പക്ഷെ നമ്മുടെ ഇടയിൽ അത് സർവ്വസാധാരണമായതുകൊണ്ട് നമുക്കതൊരു കുറവായി തോന്നുന്നില്ല. നിങ്ങൾ കണ്ണട വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരു പെണ്ണ് ആലോചിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. ഇതേപോലെ ചെവിയുടെ കേൾവി കുറഞ്ഞതുകൊണ്ട് ഇയർഫോൺ വെച്ച ഒരാൾ അങ്ങനെ ബക്കറ്റ് അന്വേഷിച്ച് കുഴിവെട്ടുകാരന്റെ വീട് കണ്ടുപിടിച്ച്. അന്ന് നടത്തം നോക്കിയാണ്. ഇതൊക്കെയാണ് അന്ന നട എന്ന് പറയുന്നത്. പുള്ളിക്കാരൻ പറഞ്ഞത് നല്ല പയ്യനാന്നാ. ഇടയ്ക്ക് അവന്റെ ബിസിനസ് ഒന്ന് ഡൗൺ ആയിരുന്നു. ഈ ശബ്ദം ഞാൻ എവിടെയോ ഒരേ ടെമ്പോയിൽ നമുക്ക് സിനിമ കൊണ്ടുപോകുന്നത് റിസ്ക് ആണ്. താനും പ്രഭാകരന്റെ ആളായിരുന്നല്ലേ. ഇങ്ങനെ കല്യാണം ഉറപ്പിച്ച്. എന്താ ആ ഷീറ്റ് മോഹൻചേട്ടനെ കൊടുത്തിട്ട് ഇങ്ങോട്ട് വാ. എന്തോ അത്യാവശ്യം പറയാൻ വേണ്ടിട്ട്. വിളിക്കേണ്ട
അയാളുടെ ബന്ധുക്കളുടെ ലിസ്റ്റ് എടുക്കണ്ടേ? ഇത് പറയാനാണ് ജോലി ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യനെ വിളിച്ചോണ്ട് വന്നത്. എന്നിട്ട് ചോരക്കണ്ണനും വ്യാജനും കൂടി നാടവരയുടെ വീട്ടിൽ പോയി കല്യാണം മുടക്കാൻ വേണ്ടി പോയപ്പോഴേക്കും നാടവര ഫോട്ടോ എടുത്തിട്ട് ജോർജ് കുട്ടിക്ക് അയച്ചു കൊടുത്തു. നാടവര പ്രഭാകരന്റെ ആള്. സഹദേവനും നാടവരയും പ്രഭാകരന്റെ കൂടെ കുറെ കാലം കൊണ്ടുണ്ട്. വ്യാജനും പ്രഭാകരന്റെ ആള് തന്നെ. അപ്പൊ പിന്നെ എന്തിനാണ് നാടവരെ വിളിച്ച് ജോർജ് കുട്ടിയുടെ അടുത്ത് വിളിച്ച് പറഞ്ഞു കൊടുത്തത് അവർ കല്യാണം മുടക്കാൻ വന്നെന്ന്? ഇതെല്ലാം ജോർജ് കുട്ടിക്ക് ടെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രഭാകർ ചെയ്യണതാണ്. അല്ലാതെ കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷന്മാരെ മണ്ടന്മാരാക്കാൻ വേണ്ടി ചെയ്യണമല്ല. അങ്ങനെ ചോരക്കണ്ണൻ സൈക്കോളജിസ്റ്റിനെ ഭയപ്പെടുത്തി അവിടുത്തെ ഫയൽ എടുത്തുകൊണ്ട് പോകുന്നു. ഇതെല്ലാം അറിഞ്ഞ ജോർജ് കുട്ടി ചോരക്കണ്ണനെ കാണാൻ വേണ്ടി വീട്ടിലെത്തി. അപ്പോഴതാ വരുന്നു ബക്കറ്റ്. ഈ ബക്കറ്റും കൊണ്ട് അവൾ വിസ്മൃതിയിലേക്ക് മാഞ്ഞു. പെൺകുട്ടികളുടെ കല്യാണം മുടക്കിയിട്ടാണോടാ നിന്റെ കളികള്? അങ്ങനല്ലടാ, എന്റെ കളികൾ പുറത്തറിഞ്ഞോണ്ടാ പെൺകുട്ടികളുടെ കല്യാണം മുടങ്ങി. അങ്ങനെ കുഴിയിലോട്ട് കാൽ നീട്ടിയിരുന്ന കുഴിവെട്ടുകാരൻ പത്രോസിന്റെ കൊങ്ങയ്ക്ക് കയറി പിടിച്ചിട്ട് ഉള്ള സത്യങ്ങളെല്ലാം ചോരക്കണ്ണൻ മനസ്സിലാക്കി. ഇതറിഞ്ഞ 3G തോമസ് ബെസ്റ്റി ചോരക്കണ്ണനെ അവിടെ വിളിപ്പിച്ചു. അവക്ക് പിന്നെ വിദേശം എന്തോ ഒരു ജോലി ശരിയായി കഴിഞ്ഞപ്പോ അവളെ കൊണ്ട് ഒരു ഹൗസ് ചോദിച്ചാൽ ഉത്തരം പറയടാ. എന്തിനാ നീ അവരെ ഉപദ്രവിച്ചത്? ഫിലിപ്പ് അവനോട് സംസാരിച്ചിട്ട് കാര്യമില്ല. ഒരു 5 മിനിറ്റ് സ്പെയർ ചെയ്യാമോ സാർ? ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. എന്നിട്ടും എനിക്ക് കിട്ടിയതെന്താ? ആര് പറഞ്ഞ് പയലിനെ മര്യാദയ്ക്ക് വളർത്തണമായിരുന്നു? സാറ് അവന് പറയാനുള്ളത് എന്താണെന്നൊന്ന് കേൾക്കണം. സി മിസ്റ്റർ പ്രഭാകർ, അതാണ് 1 മണിക്കൂറുണ്ട് ആ മൊണ്ണേടുത്ത് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അവ ഒന്നും മിണ്ടുന്നില്ല. നിന്നോട് ആരുടെ ഇരിക്കാൻ പറഞ്ഞേ? പൊന്തമ്പുഴ റിസർവ് ഫോറസ്റ്റിന്റെ ബൗണ്ടറിയിലുള്ള ഈ പത്രോടെ വീടിനടിയിലുണ്ട്. തൊലിച്ച് ഈ പത്രോടെ ഇളയ മകള് നേഴ്സിംഗ് പഠിച്ചത് അവന്റെ ചെലവില്ല, ജോർജ് കുട്ടിയുടെ. അവക്ക് പിന്നെ വിദേശം എന്തോ ഒരു ജോലി ശരിയായി കഴിഞ്ഞപ്പോൾ അവളെ കൊണ്ട് ഒരു ഹൗസിംഗ് ലോൺ എടുപ്പിച്ച് സോഴ്സ് കാണിക്കാൻ. മനസ്സിലായില്ല. ഇവിടെ ലോൺ എടുത്തെങ്കിൽ ആ എമൗണ്ട് ഇല്ലെങ്കിൽ വീട് വെച്ചാൽ പോരെ. അവൾക്ക് അവിടെ ജോലി ആയല്ലോ. അപ്പൊ ജോർജ് കുട്ടി അവിടെ നിന്ന് അതിന് കിട്ടുമെന്ന് പോലീസ് കരുതുന്നില്ല. സാറേ, അതാ വീടിനടിയിലുണ്ട് സാറേ, എനിക്ക് ഉറപ്പാ. നീ ഒന്ന് പുറത്തു പോയിന്നേ. അങ്ങനെ ഈ മരമണ്ടന്മാർ രണ്ടും കൂടി അരമണ്ടനായ ഇങ്ങേരും കൂടി പിടിച്ച് കുഴിയിലിട്ട് കൊടുത്തു. എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞ് ജോർജ് കുട്ടി, ഷോപ്പിംഗ് അല്ല എറണാകുളത്തുനിന്ന്. എന്തിനാ എറണാകുളത്ത് പോകുന്നത്? തൊടുപുഴ നല്ല കടകളില്ലേ? പോരാ, എറണാകുളം വേണം. സ്വർണം കല്യാൺ ജ്വല്ലേഴ്സിൽ നിന്ന് എടുക്കണം. കല്യാൺ ജ്വല്ലേഴ്സ് തൊടുപുഴയിലുണ്ടല്ലോ. എന്റെ പൊന്നു ജോർജ് കുട്ടി, ആ 2 വാഴയുടെ ഇടയിൽ ഒരു CCTV വച്ചാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളത്? നിങ്ങൾ രഹസ്യങ്ങൾ പുറത്തറിയുന്നാണെങ്കിൽ നെറ്റ് എനേബിൾ ചെയ്യായിരുന്നാ പോരെ. അല്ലെങ്കിൽ തന്നെ ആ വാഴപ്പണയിലെ 2 വാഴയുടെ ഇടയിൽ എന്തൊരു രഹസ്യമാണ് നോക്കാനുള്ളത്? ഇവർ രണ്ടുപേരും മിസ്റ്റി മൗണ്ടൻ റിസോർട്ടിലേക്ക് പോകുന്നു. എല്ലാവരും കേട്ടല്ല, സുഖകരമായിട്ട് ഹണിമൂൺ ആഘോഷിക്കാൻ പറ്റിയ സ്ഥലമാണ് മിസ്റ്റി മൗണ്ടൻ റിസോർട്ട്. കേരളം അലറി വിളിച്ചാൽ പോലെ ഒരു പട്ടിക്കുഞ്ഞു പോലും തിരിഞ്ഞു നോക്കൂല. ഇപ്പൊ നമ്മുടെ പ്രയോറിറ്റി എങ്ങനെയെങ്കിലും ഈ കല്യാണം തടയണം. ഇയാളാണ് ഈ കല്യാണം കൊണ്ടുവന്നത്. ഈ കല്യാണം നടത്തിയാലേ ഇയാളുടെ പ്ലാൻ A എക്സിക്യൂട്ട് ആവുള്ളൂ. കുഴുവെട്ടുകാരൻ പത്രയുടെ ലീഡ് വഴിയിൽ നിന്ന് വീണ് കിട്ടിയതാണ്. പത്രം ഏക്കാതെ ചത്തങ്ങാനും പോകണമെങ്കിൽ അത് അവിടെ തീർന്നു. പിന്നെ എന്താണ് ഈ കല്യാണം മുടക്കാൻ വേണ്ടി ഇത്രയും വ്യഗ്രത പിടിച്ച് ഇത്രയും സെറ്റ് ചെയ്ത് വെച്ചിട്ട് നിൽക്കണേന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നമ്മുടെ നീക്കങ്ങളെ കുറിച്ച് അയാൾക്കും എന്തൊക്കെയോ സംശയങ്ങളുണ്ടെന്ന് തോന്നുന്നു. ജോർജ് കുട്ടിയുടെ ഭാഗത്തുനിന്ന് ഒരു ആന്റിസിപ്പേറ്ററി ബെയിൽ മൂവ് ചെയ്തിട്ട് ഏജന്റ് എക്സ് പോയിട്ട് വ്യാജനെ ഒറ്റിക്കൊടുത്ത്, നാടവരെ ചോരക്കണ്ണനെ ഒറ്റിക്കൊടുത്ത്, ചോരക്കണ്ണ മാസ് ഡയലോഗ് അടിച്ച് ബക്കറ്റ് മോളാണെന്നും പറഞ്ഞു. എന്നിട്ടും അവന് സംശയം ഉണ്ടെന്ന്. പോലീസിനെ വിട്ടിട്ടുള്ള നീക്കം പാളി. അങ്ങനെ ഒരു ഓർഡർ അവൻ എങ്ങനെ കിട്ടി? ആന്റിസിപ്പേറ്ററി ബെയിൽ ഡിസ്പോസ് ചെയ്തപ്പോൾ കോടതിയോട് റിക്വസ്റ്റ് ചെയ്ത് മേടിച്ചായിരിക്കാനാണ് വഴി. ഞാൻ ഈ ഘട്ടത്തിൽ ഈ IG ബെസ്റ്റീയുടെ അവസ്ഥയാണ് ആലോചിക്കുന്നത് കേട്ടോ. അയാൾ പ്ലാൻ B വെച്ചോണ്ടിരുന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ഇയാളെ മുമ്പിൽ അഭിനയിച്ചോണ്ടിരിക്കുകയാണ്. വീണ്ടും പോലീസ് ആ പാവത്തിനും കുടുംബത്തിനും ഉപദ്രവിക്കാനുള്ള ശ്രമം. മരമണ്ടൻ പ്രഭാകർ മര്യാദയ്ക്ക് മിണ്ടാതെ രഹസ്യമായിട്ട് മൂവ് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ അയാൾ നേരത്തെ ബെയിലൊന്നും എടുത്ത് വയ്ക്കൂലായിരുന്നു. പ്രഭാകരന് നാടവരെ കൊണ്ട് കെട്ടിക്കാൻ വേണം, എന്നാൽ കല്യാണം മുടക്കാൻ വേണം. അതിനുവേണ്ടി കോടതിയിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. കല്യാണം പാലുകാച്ചൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെട്ട് കാണിക്കണം. നമ്മുടെ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്നും അവന്റെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു പുകമറയായിരുന്നു സാർ ഇതുവരെ കണ്ടത്. അപ്പോൾ എന്റെ ചോദ്യം ഇതാണ്, എന്തായിരുന്നു എന്റെ റോൾ? പ്രഭാകരന്റെ പ്ലാൻ നാടവരയെ കൊണ്ട് അഞ്ജുവിനെ കെട്ടിക്കുക, എന്നിട്ട് മിസ്റ്റി മൗണ്ടൻ റിസോർട്ടിൽ പോയിട്ട് അഞ്ജുവിന്റെ ബോധം കെടുത്തുക. നാടവരയുടെ ബ്ലഡ് അവിടെ മൊത്തം തളിച്ച് അഞ്ജു നാടവരയെ കൊന്നതായിട്ട് കാണിക്കുന്നു. ജോർജ് കുട്ടിയെ ഫോം വിളിച്ച് കാണിച്ചു കൊടുത്തിട്ട് ബോധം വരാനുള്ള മരുന്ന് കൊടുക്കും. ജോർജ് കുട്ടി അവിടെ എത്തുമ്പോഴേക്കും പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുന്നു. നാടവരെ അവിടെ നിന്ന് രാമേശ്വരത്തിലേക്കും പിന്നെ ദാരിദ്ര്യം പിടിച്ച് കിടക്കുന്ന രാജ്യമായിട്ടുള്ള ടുണീഷ്യയിലേക്കും കടത്തുക എന്നുള്ളതാണ് പ്ലാൻ. 2 വർഷം കൊണ്ടുണ്ടാക്കിയ പ്ലാൻ. സാറ് പോയി കിടന്ന് സുഖമായിട്ട് ഉറങ്ങണം. ഇനി അങ്ങോട്ട് ജോർജ് കുട്ടിയുടെയും കുടുംബത്തിന്റെയും ഉറക്കമില്ലാത്ത ലോകത്തിന് മുഴുവൻ സത്യം അറിയാഞ്ഞിട്ടും കേസ് തെളിയിക്കാൻ പറ്റാത്തത് വരുണിന്റെ ബോഡി കിട്ടാത്തത് കൊണ്ടാണ്.
അപ്പം ഇവൻ്റെ ബോഡി കിട്ടിയില്ലെങ്കിലും അവളെ തലയിൽ ഇരിക്കില്ല. മാത്രമല്ല അവൾക്ക് മാനസികമായിട്ട് പ്രശ്നമുണ്ടെന്ന് യവന്മാർ എന്നെ കോടതിയിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് ആനുകൂല്യമല്ലേ കിട്ടുള്ളൂ. പിന്നെ നാടവരെ അന്വേഷിച്ച് പോകുമ്പോഴേക്കും നാടവരെയും പ്രഭാകരൻ തമ്മിലുള്ള കള്ളക്കളികൾ പുറത്തു വരൂലേ. ഭാര്യയുടെ ഡിപ്രഷൻ മാറണമെങ്കിൽ വരുണിൻ്റെ കൊലക്കേസിൽ വരുണിന് നീതി കിട്ടണം. അല്ലാതെ ഏതെങ്കിലും ഒരു കൊലക്കേസ് ഇവരെ തലയിൽ കെട്ടിവെച്ചെന്നും പറഞ്ഞുകൊണ്ട് നീതിയാവും. അതിനേക്കാളും നല്ലത് ഏതെങ്കിലും കൊട്ടേഷൻ ടീമിന് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ ജോർജ് കുട്ടിയെ കുടുംബത്തിന് അങ്ങ് തീർക്കൂലേ. അതല്ലേ എളുപ്പം. ഇത്രയും പൈസ ഉണ്ടല്ലോ, കോടിക്കണക്കേറ്റോ വാരി ഇറക്കിയല്ലേ. എനിക്ക് മനസ്സിലാവാത്തത് ഇയാളൊരു സത്യസന്ധനായിട്ടുള്ള പോലീസ് ഓഫീസറാണ്. യുവന്മാർ ഈ കള്ള പാസ്പോർട്ട് അടിക്കണതും കള്ളത്തരം കാണിക്കണതും മാനിപ്പുലേറ്റ് ചെയ്ത് ഒരു കൊലപാതകം ഉണ്ടാക്കണതും ഒക്കെ കേട്ടിട്ട് മീനിറക്കണടുത്ത് പൂച്ച വന്നിരിക്കും പോലെ നോക്കിക്കൊണ്ടിരിക്കണം. 3G ബെസ്റ്റി മൊണ്ണേഷിന്റെ പ്ലാനിങ് ഇതൊക്കെയാണെങ്കിലും സത്യത്തിൽ അവിടെ സംഭവിച്ചത് നീ ഒറ്റ ഒരു കാരണമാണ് ഞാനും എന്റെ കുടുംബവും ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചാവടി നീ. കാലമാണ് അന്ന് കുറ്റം ഏറ്റെടുത്തിരുന്നെങ്കിൽ സ്വയരക്ഷയ്ക്ക് വേണ്ടി ചെയ്തെന്ന് പറഞ്ഞിട്ട് ചെറിയ ശിക്ഷ വല്ലേ കിട്ടുമായിരുന്നു. എണീറ്റ് നടക്കാൻ പറ്റാത്ത ഈ കളത്തിലോടെ മുന്നേ. ബോധം പോയതുപോലെ കിടന്നോ? അതൊക്കെ എപ്പോഴേ പോയി. പ്രഭാകരന്റെ മണ്ടൻ പ്ലാനിനെ കടത്തിവെട്ടുന്ന പ്ലാനായിരുന്നു ചോരക്കണ്ണൻ്റേത്. നാടവരെ കൊന്ന് ജോർജ് കുട്ടിയുടെ വാഴപ്പണയിൽ കുഴിച്ചിടുക. പാവൻ ചോരക്കണ്ണന് 2 പോന്തി വിട്ടതേ ഉള്ളൂ. മറ്റവളെയാണ് അടിച്ചിഞ്ച പരിപാടി പറയില്ല. ഈ ശശാങ്കന് കൊക്കിൽ ജീവനുള്ളിടത്തോളം കാലം ഞാൻ അവന്റെ പേര് പറയില്ല. ഈ ജയിലോ സെൻട്രൽ ജയിലോ വീർ ജയിലോ തീയാർ ജയിലോ വേണമെങ്കിലും കിടത്തിക്കോ, എന്നാലും ഞാൻ അവന്റെ പേര് പറയില്ല. നന്ദകുമാർ സണ്ണോ പാസ്തു പണിക്കർ പുത്തമ്പേട് ആമക്കാട് വഴി. എനിക്ക് ഇയാളെ കാര്യം ആലോചിക്കുമ്പോൾ സഹതാപം തോന്നണ കേട്ടാ. എങ്ങനെ നടന്ന മനുഷ്യനായിരുന്നു. എന്തിനായിരുന്നു എന്റെ പറമ്പില് നേരത്തെ തന്നെ നീ കുഴിയെടുത്തത്? അന്നാളെ കേട്ടോ, പിന്നെ കുഴിയെടുക്കാൻ എളുപ്പമാണല്ലോ. കുഴി മൂടുന്നതിന്റെ വീഡിയോ എടുത്ത് പിന്നെ അടുത്ത് തെളിവാക്കാനായിരുന്നു. വീഡിയോയുടെ മെറ്റാഡേറ്റയിൽ അത് എടുത്ത ഡാറ്റ് സമയമൊക്കെ അറിയാൻ പറ്റുമെന്നല്ലോ അറിഞ്ഞുകൂടാത്ത മരമുണ്ടായി. വെറുതെ അല്ല അവനെ പിരിച്ചുവിട്ടത്. അപ്പോൾ ജോർജ് കുട്ടിയെ വാഴപ്പണയെ കൊണ്ടിട്ടാണ് നാടവരെ കൊല്ലാൻ പ്ലാൻ ചെയ്തത്, അല്ലാതെ കുഴിച്ചിടാൻ മാത്രമല്ല. ജോർജ് കുട്ടി പോയി കൺഫേസ് ചെയ്യുന്നു, ഇതോടെ എല്ലാം വെച്ച് മതിയാക്കണമെന്ന് പറയുന്നു. പ്രഭാകരനെതിരെയുള്ള തെളിവുകളൊക്കെ തിരിച്ചു കൊടുക്കാമെന്നും പറയുന്നു. അല്ല, എനിക്ക് മനസ്സിലാവാത്തത് സഹദേവൻ അന്നേരം പഴയ പോലീസുകാരൻ. ഈ പെണ്ണ് ചോരക്കണ്ണന്റെ പേര് മൊഴി കൊടുക്കുന്നുണ്ട്. ചോരക്കണ്ണനെ പിടിച്ച് 2 പോന്തി കഴിഞ്ഞാൽ ചോരക്കണ്ണൻ പ്രഭാകരന്റെയും 3G ബെസ്റ്റിയുടെയും പേര് പറയും. മണ്ടന്മാരി എന്നോടായി. ഇനി എന്റെ മകളുടെ പിന്നാലെ വന്നാൽ കൊന്നുകളയും ഞാൻ. മകളുടെ പിന്നാലെ വന്ന കൊന്നുകളയോന്ന് പറഞ്ഞത് നിങ്ങളെയല്ല, എന്നെ കൊന്നുകളയോന്ന് പറഞ്ഞ കാര്യമാ. ശരിക്കും ജോർജ് കുട്ടി ഒരു മൊണ്ണയാണ്. റാണി പറയണ വാക്ക് എപ്പോഴെങ്കിലുമൊക്കെ കേട്ടിരുന്നെങ്കിൽ ഇയാൾക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു. ഒരു കാര്യം വരുമ്പം റാണി ഒരു എതിർപ്പ് പറയും ആദ്യം. അതെല്ലാം സമ്മതിച്ച് കൊടുത്തിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു. നാടവിരയുടെ കല്യാണവും മിസ്റ്റി മൗണ്ട് റിസോർട്ടും എല്ലാം ഇതിൽ പെടും. പക്ഷേ ജോർജ് കുട്ടിക്ക് ഇതൊന്നുമല്ല ചിന്ത. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ പ്രഭാകര പൂട്ടാനുള്ള എല്ലാ കാര്യങ്ങളും കയ്യിലുണ്ട്. എന്നിട്ടും ജോർജ് കുട്ടി എന്ത് കാര്യത്തിനാണ് ഇപ്പോൾ കൺഫേസ് ചെയ്തത്? ഒരേ ഒരു കാര്യമേ ഉള്ളൂ. ജോർജ് പുറത്തേക്ക് ചെല്ല്. അമ്മ, നമ്മുടെ സിനിമ യൂട്യൂബില്. ഇതായിരുന്നോ നിന്റെ വിളി കേട്ടപ്പോ എന്റെ നല്ല ജീവൻ അങ്ങ് പോയി. ഫോണൊന്ന് ഓഫ് ചെയ്ത് വെച്ചാ എന്താന്ന് വെച്ചാൽ അവര് തീരുമാനിക്കട്ടെ, നീ ഇതിൽ ഇടപെടണ്ട. എത്ര തവണ പറഞ്ഞതാ നമ്മുടെ വീടൊന്ന് പുതുക്കി പണിയാ. ജോർജ് കുട്ടിക്ക് ഇതിൻ്റെ ഇടയിൽ നിന്ന് മനസ്സമാധാനം വേണം. Are you happy now? എനിക്ക് അവളെ വേണം. അവളെ എനിക്ക് വേണം. ആമസോൺ, ഫ്ലിപ്കാർട്ട്, അജിയോ, മിന്ത്ര മുതലായ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലൊക്കെ കുറേ ഓഫർ ഡെയിലി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അറിയാതെ പോകുന്ന അത്തരം ഓഫറുകളൊക്കെ നമ്മുടെ വാട്സാപ്പ് ചാനലിൽ റെഗുലർലി അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളെ വാട്സാപ്പ് ചാനൽ ഒന്ന് ഫോളോ ചെയ്തോളൂ. ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തരാ വരട്ടെ.